ഷോൺ ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രയറിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അല്ലെങ്കിൽ അതിനും മുകളിൽ കോടതി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് വഖഫ് സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അവർ മേൽക്കോടതികളിൽ ഇതിനെ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തത വേണം. കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ അപ്പീൽ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വിധിയാണ്. അപ്പോൾ അത് പഠിക്കേണ്ടതുണ്ട്. കമ്മീഷൻ പ്രവർത്തനം തുടരാനുള്ള അനുമതിയാണ് കോടതി തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോയതിന് ശേഷം എന്താണ് വേണ്ടതെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വന്നത്. ആത്യന്തികമായി ഇത് ആദ്യം കമ്മീഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നത് മന്ത്രി പറയുന്നു. ഈ സാഹചര്യത്തിൽ നാളെ തന്നെ നിങ്ങൾ റവന്യൂ അവകാശം കൊടുക്കൂ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അങ്ങനെ അത്രയും വലിയ തിടുക്കം വേണമോ? ഇതെന്താണ് കാര്യങ്ങളെന്ന് പഠിച്ച് പരിശോധിച്ച് നടപ്പിലാക്കേണ്ടുന്ന കാര്യമല്ലേ? സർക്കാരിനും ഇതിൽ വേറെ ഡിസ്പ്യൂട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ വിധി എന്ന് പറയുന്നത്, ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. മുനമ്പത്തൊരു വേളാങ്കണ്ണി പള്ളിയുണ്ട്. ആ വേളാങ്കണ്ണി പള്ളിയിൽ ഒരു മാതാവുണ്ട്. ആ ജനത മുഴുവൻ കരഞ്ഞു കഴിഞ്ഞ 4 വർഷമായി ആ മാതാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ വിധി അവിടെ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇതിനേക്കാൾ സുദൃഢമായ, ഇത്രയും സുശക്തമായ ഒരു വിധി വരാനില്ല. പക്ഷെ ഇവിടെ ഇവര് പറയുന്ന ഒരു രസം എന്ന് പറയുന്നത്, മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, മന്ത്രിക്ക് ആ വിധി അങ്ങ് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും സർക്കാർ CN രാമേന്ദ്രൻ കമ്മീഷനെ അല്ലെങ്കിൽ അതിനെ നിർത്തലാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ പോയത്. ഈ CN രാമേന്ദ്രൻ കമ്മീഷനും സർക്കാരും ഈ വഖഫ് സംരക്ഷണ വേദിയുമൊക്കെ ഒരേ ചരടിൽ കോർത്ത മാലയാണ്. അതിനൊരു സംശയമില്ല. ഇവരെല്ലാരും കൂടെ ആസൂത്രിതമായി ഇറക്കി. ഇവരെല്ലാം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പം ജനതയെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് വളരെ ആസൂത്രിതമായി മലബാറിൽ ഇതിന് തത്തുല്യമായി 400 ഏക്കറിലധികം വസ്തു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കച്ചവടം ഉറപ്പിച്ച് ഇതിന് പകരമായ വസ്തു വഖഫ് ബോർഡിലേക്ക് കൈപ്പറ്റുവാനായി ഇവിടുത്തെ മതതീവ്രവാദ സംഘടനകൾ, ഇപ്പോ നമുക്കറിയാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ നാസർ മനക്കൽ, അതുപോലെ അബ്ദുൾ സലാം, ഇവരുടെയൊക്കെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാൽ, ഈ പരാതിക്കാരായ വ്യക്തികളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവരുടെയൊക്കെയുള്ള ബന്ധങ്ങൾ എന്താണ്. 1947 ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭൂമി കൊള്ള നടത്തിക്കൊണ്ടിരുന്നതിനെ 2025 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ കഴിഞ്ഞ 95-ലും 2013-ലും ഭേദഗതികളിലൂടെ ഈ രാജ്യത്തെ പിടിച്ചെടുക്കുവാനായി ഈ തീവ്രവാദ സംഘടനകൾ കൊണ്ടുവന്ന നിയമത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ നിയമത്തിന്റെ പിൻബലം ഇന്നില്ല എന്ന് കൃത്യമായിട്ട് ആ ഓർഡറിൽ നമുക്കെടുത്ത് വായിച്ചാൽ മനസ്സിലാവും. 95-ലും 2013-ലും ഉണ്ടായിരുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു ഇപ്പം ഇവിടെ ബെന്നിച്ചേട്ടൻ സൂചിപ്പിച്ചു, 2019 ഈ വസ്തു വഖഫ് ബോർഡ് തീരുമാനമെടുക്കുകയും 2022 ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് അയച്ച് അത് പേരിൽ കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഏതിന് മിനിമം വഖഫ് ഭൂമിയായി നോട്ടിഫൈ ഉണ്ടായേണ്ട മിനിമം നിബന്ധനകൾ പോലും പാലിക്കാതെയാണ് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് വഖഫ് ബോർഡിൻ്റെതാക്കി മാറ്റിയത്. അപ്പോ ഇതിന്റെ പുറകിൽ നടന്ന ആസൂത്രണവും ഇത് ആരാണ് മാറ്റിയത്? കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 2012-ലും 2019-ലും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഇതേ പിണറായി വിജയനാണ്. അപ്പോ ഇവരുടെ പുറകിൽ ഇവർക്ക്, ഞാൻ പറയില്ല, മന്ത്രിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഒരിക്കലും ഈ വിധിയെ, ഇതിനെ നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് കോടതിയുടെ പരാമർശത്തിലുള്ള ഒരു വിഷയത്തിലല്ല കോടതി നിരീക്ഷണം നടത്തിയത്. ഞങ്ങൾ ആ പാടെ ആവശ്യപ്പെട്ടത് CN രാമേന്ദ്രൻ കമ്മീഷനെ റീഇനിഷ്യേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ ആഗ്രഹിച്ച വിധിയല്ലല്ലോ ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ കാല് പറക്കി മുട്ടുകൂട്ടി ഇടിക്കും ഈ വിധി എന്താണെന്ന്. ആ വിധിയെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ അംഗീകരിക്കുമെന്ന് പറയാൻ അബ്ദുൾ റഹ്മാൻ മന്ത്രിയുടെ മുട്ടുകൂട്ടി ഇടിക്കും എന്നുള്ളതാണ് സത്യം. അത് കേരളത്തിന്റെ പരിച്ഛേദമാണിപ്പോ. കാരണം ഇതിനെതിരെ സംസാരിക്കാൻ ഇവിടെ SDPIക്കെതിരെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ ഇത്തരം സംഘടനകൾക്കെതിരെയോ
സംസാരിക്കാൻ ഇവർ തയ്യാറല്ല. ഇന്നും ഇതിനെക്കുറിച്ച് ഇത് വിധി വന്നതിന് ശേഷം വലിയ യോഗങ്ങളൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്. എന്തു തന്നെ ഉണ്ടായാലും ഞാൻ BJP-യുടെ പ്രതി എന്ന് ഇവിടെ നിന്നുകൊണ്ട് മുനമ്പം ജനതയോടും കേരള സമൂഹത്തോടും പറയുന്നു, എന്തു തന്നെ ഉണ്ടായാലും ആരൊക്കെ വിചാരിച്ചാലും ഏത് നിയമ പോരാട്ടം നടന്നാലും ആ മുനമ്പം ജനതയെ അവിടെ നിന്നും നിങ്ങൾ കുടിയിറക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അവരെ നിങ്ങൾ ഏത് നിയമം കൊണ്ട് ആണ് അവിടെ വഖഫ് ബോർഡിന്റെ പേരിൽ ഈ വസ്തു കൂട്ടിയോ ആ നിയമം ഇന്ന് വഖഫ് ആക്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയോ മാത്രമല്ല അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികളുമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അത് ദിവസങ്ങൾക്കുള്ളിൽ സുപ്രീം കോടതി വിധി വന്ന അടിസ്ഥാനത്തിൽ മിനിസ്റ്ററും അവസാനം അത് തന്നെ പറയുന്നു. ആ ഭൂമിയിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വരില്ല, അവിടെ താമസിക്കും. അതാണ് സർക്കാർ നിലപാട്. ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയേക്കാം. അതിന് പകരം വഖഫ് ബോർഡിന് വേറെ ഭൂമി കൊടുത്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാന്നൊന്നും ആരും വിചാരിക്കേണ്ട. ആ ഒരു ഭൂമിയും ആർക്കും കൊടുക്കില്ല. മുനമ്പംകാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. അതിനുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു. ഇതിന്റെ റൂൾസ് ആണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി, പ്രത്യേകിച്ചും സെക്ഷൻ 2 അനുസരിച്ചുള്ള അതിന്റെ പ്രൊവൈസോ അനുസരിച്ചുള്ള നിയമനിർമ്മാണം സുപ്രീം കോടതി ആ സെക്ഷനെ തൊടാത്ത സാഹചര്യത്തിൽ ഉടനടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉണ്ടാകും. അതിന് നിയമനിർമ്മാണം മാത്രമല്ല, ഇപ്പോൾ അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ, വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന റവന്യൂ അവകാശങ്ങൾ തിരിച്ച് മുനമ്പം ജനതയ്ക്ക് പുനഃസ്ഥാപിച്ചു കിട്ടുവാനുള്ള നിയമ നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ BA ഹസ്കർ, നോക്കൂ, ഇത് സർക്കാർ പോയ അപ്പീലിൽ ഉണ്ടായിട്ടുള്ള വിധിയാണ്. കമ്മീഷൻ പ്രവർത്തനം സ്റ്റേ ചെയ്തതിനെതിരെയാണ് സർക്കാർ പോയത്. സർക്കാരിന് അനുകൂലമായ വിധി എന്നതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാഖ്യാനിക്കുന്നത്. അവിടുത്തെ ഭൂമി ജനങ്ങൾക്ക് നൽകണം, അത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിനായാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായത്, കമ്മീഷനെ വെക്കുന്നത്.